ചോദ്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ? ആര്? നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകും നന്ന് പറഞ്ഞു കൊടുത്ത് ഇലക്ഷന്റെ ഭാഗമായുള്ള ഒരു ഡ്രാമയാണെന്ന് തോന്നുന്നു. ഏത്? ഇപ്പോൾ യുഡിഎഫ് നേതാക്കളെ ചോദ്യം അന്വേഷണം. അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താ സംശയം? അല്ല, ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ വിളിച്ചപ്പോ പോയില്ലേ അദ്ദേഹം? വിളിച്ച ഉടനെ അദ്ദേഹം പോയി. അന്വേഷിക്കട്ടെ. ഇപ്പോഴത്തെ സൈറ്റിൽ അന്വേഷണമാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് കെ.സി. വേണുഗോപാലിനെ അറ്റാക്ക് ചെയ്യുന്നത്. കോൺഗ്രസിലൊരു ഭിന്നത കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് അദ്ദേഹത്തിന് അറ്റാക്കിൽ ഒരു ഭയവുമില്ല. അദ്ദേഹം ഇതിനിടെ അറ്റാക്ക് ചെയ്തു. കേരളത്തിലെ എംപിമാർ കേന്ദ്രത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വിനീതമായിട്ടൊന്ന് വെല്ലുവിളിച്ചു. ഞാനും വരാം, നിങ്ങളും കൂടെ വാ. കേരളത്തിലെ എംപിമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേട്ടു. കേരളത്തിലെ എംപിമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അവിടുത്തെ സീറോ അവർ എടുത്ത് നോക്കിയാൽ അറിയാം. ബില്ലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം. ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംസാരം നോക്കിയാൽ അറിയാം. കേരളത്തിലെ കാര്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന UDF എംപിമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു നമുക്കൊരു സംവാദമാകാം. അദ്ദേഹം ആദ്യത്തെ ദിവസം പറഞ്ഞു സംവാദമാകാം. പിന്നെ അദ്ദേഹത്തിന് വീണ്ടും എഴുതി അങ്ങ് തീയതിയും ഡേറ്റും നിശ്ചയിച്ച ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വരാം. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ആർജവുണ്ടെങ്കിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ അതുമായിട്ടുള്ള തെളിവ്. ഞാൻ എൻ്റെ പേരല്ലല്ലോ പിന്നെ ഫോട്ടോ വന്നത്. ഞാൻ പിന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പടം ആരതാ വന്നത്? പിണറായി വിജയന്റെ പടമല്ലേ വന്നത്? ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവര്, സ്വർണ്ണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവര് അപ്പൊ കൈ മുകളിലിട്ടോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പം നിലവിളിക്കില്ലേ? ആ നിലവിളിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി. ഓക്കെ. ബന്ധപ്പെട്ട് മതവർഗീയ രാഷ്ട്രം സ്ഥാപിക്കലല്ല അവരുടെ ലക്ഷ്യമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമസ്ത അവർക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അവരങ്ങനെ തന്നെയാണ് അവരുടെ നിലപാടെന്നുള്ളത്. ഞാൻ സതീശൻ എന്താ പറഞ്ഞത്? സതീശൻ പറഞ്ഞു LDFന്റെ കാലഘട്ടത്തിൽ അവര് ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി നിലപാടെടുത്തിരുന്ന കാലഘട്ടം. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് CPM. നിയമസഭയിൽ പരസ്യമായിട്ട് അവരെ അക്നോളജ് ചെയ്തവരാണ്. നിയമസഭ റെക്കോർഡുകൾ എടുത്ത് ചോദിച്ചാൽ അറിയാം. അവരെ പരസ്യമായി അന്ന് ആ സമയങ്ങളിൽ അവർ ഇസ്ലാമിക രാഷ്ട്രം ആവശ്യപ്പെടുന്ന സംഘടനയാണ്. ഇപ്പൊ അവരുടെ നേതാക്കന്മാർ പറയുന്നു ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം മുതലേ പറയുന്ന നിലപാടുണ്ട്. തീവ്ര വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഒരു സംശയം വേണ്ട. ഇത്തരം ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞ് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്ന് പറയില്ല എന്ന് മാത്രമേ സതീശൻ പറഞ്ഞിട്ടുള്ളൂ. ആ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞതിൽ സമസ്ത അവരുടെ ഐഡിയോളജിക്കൽ ലൈൻ പറയുന്നത് അവർക്ക് പറയാൻ അവകാശമില്ലേ? സ്വാതന്ത്ര്യമില്ലേ? സമസ്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സംഘടനയല്ലേ? അവര് ഐഡിയോളജി പറയട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ഒരു ഉപാധിയുമില്ലാതെ ആരെങ്കിലും വന്ന് പിന്തുണ തരുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാതുള്ള ആ പറയുന്നത് ആരാണ്? അവർ ഉപാധികൾ വെച്ച കാലത്ത് അവരുടെ പിന്തുണ നേടിയ CPM ആണ് ഇപ്പൊ ഞങ്ങളെ വിമർശിക്കുന്നത്. അതിലൊരു കാര്യമില്ല. അതിവേഗ റെയിൽപാതയായിട്ട് ബന്ധപ്പെട്ടേ ഇപ്പൊ ഈ ശ്രീധരൻ ഓഫീസ് തുടങ്ങിയിട്ടുള്ള പൊന്നാനിയില്. അപ്പൊ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരൊക്കെ ഉള്ളപ്പോൾ സർക്കാർ അറിയാതെ ഒരു ഓഫീസ് തുറക്കുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിവേഗ റെയിൽപാതയായിട്ട് അത് സത്യത്തില് ഈ ശ്രീധരന്റെ ഒരു പ്രോജക്റ്റ് വന്നു. അദ്ദേഹം മന്ത്രിയെ കാണാൻ പോയി. മന്ത്രി എത്തിയോട് സംസാരിച്ചു. കേരളം പ്രതീക്ഷിച്ചിരുന്നു ശ്രീധരനെ പോലുള്ള ഒരാൾ ഈ രംഗത്ത് വളരെ എക്സ്പെർട്ടൈസ് ചെയ്ത ഒരു പ്രഗത്ഭരായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ രാജ്യം ഉപയോഗിക്കുന്നതന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയായിരുന്നു. ആമ ഗവേഷണ കേന്ദ്രമാണല്ലോ നമുക്കാകെ തന്നത്, ഇതൊന്നും ഇല്ലാതെ. അപ്പോൾ അത് നമ്മളിൽ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. ശ്രീധരൻ അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത് അദ്ദേഹത്തെ വിളിച്ചിരുത്തി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി ഈ 5 എണ്ണം ഇപ്പോൾ പ്രഖ്യാപിച്ചതിന്റെ കൂടെ കേരളവും കൂടെ പ്രഖ്യാപിക്കാൻ അവർ തയ്യാറാവുകയാണ് വേണ്ടത്. അതാണ് അവർ ചെയ്യേണ്ടത്.